എല്ലാവർക്കും സ്റ്റഡി ബോർഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് 5th സെമസ്റ്റർ Bcom ഡിഗ്രി കോർപ്പറേഷൻ സ്പെഷ്യലൈസേഷനിൽ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 80 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്, 2.5 മണിക്കൂറിൻ്റെ ടൈമിങ്ങിൽ വരുന്നത്. ഓക്കെ, 2019 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, 3 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. ആദ്യം നമുക്ക് സെക്ഷൻ എ നോക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ വന്നിരിക്കുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സീലിംഗ് വരുന്ന പോർഷനാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 15ഓളം ചോദ്യങ്ങളുണ്ട്. 15നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 മാർക്കോളം വരേണ്ടതാണ്. പക്ഷേ ഇവിടെ സീലിംഗ് 25 മാർക്ക് വരെയാണ്. സീലിങ്ങിൻ്റെ ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് അതായത് പകുതിയോ അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് മാത്രം അറിയെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്കും ലഭിക്കാൻ, അല്ലെങ്കിൽ ആ 25 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് സീലിംഗ് എന്ന് വെച്ചാൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പരമാവധി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ നബാർഡാണ്. നബാർഡിനെ കുറിച്ചിട്ടൊരു നോട്ട് എഴുതാന്നുള്ളതാണ്. അപ്പോൾ നബാർഡിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ആദ്യം എഴുതി വെക്കുക. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? 81. ആ വർഷം മറക്കാതെ എഴുതി വെക്കുക. നബാർഡ് വാസ് സെറ്റപ്പ് ടു പ്രൊവൈഡ് റീഫിനാൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. നബാർഡ് ഡയറക്റ്റായിട്ട് ലോൺ കൊടുക്കുന്നൊരു സ്ഥാപനമല്ല, റീഫിനാൻസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ എഴുതിയിരിക്കണം. റീഫിനാൻസ് ടു സപ്പോർട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ടു supplement the resources of commercial banks and regional rural banks RRBs to enhance credit flow to agriculture and rural sector. ഗ്രാമീണ മേഖലകളിലേക്കും അതേപോലെ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖലകളിലേക്കും ഫണ്ട് എത്താനായിട്ട്, ലോണുകളൊക്കെ എത്താനായിട്ട് റീഫിനാൻസ് ചെയ്യുന്ന സ്ഥാപനമാണ് നബാർഡ്. അപ്പോൾ നബാർഡ് എന്താണെന്നുള്ളതിൻ്റെ ഫുൾ ഫോം, ഉണ്ടായ വർഷം, അതേപോലെ റീഫിനാൻസ് എന്നുള്ള പോയിൻ്റ് എഴുതി വെക്കുക. കോപ്പറേറ്റീവ് ബാങ്ക്, RRB, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ സെക്ടറിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഫണ്ട് റീഫിനാൻസ് ചെയ്യുന്ന സ്ഥാപനമാണ് നബാർഡ് എന്നുള്ള കാര്യം എഴുതി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984? 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കൊടുത്തിരിക്കുന്ന 2 പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Objectives of Multi-State Cooperative Societies Act 1984. ഒബ്ജക്റ്റീവ് ആയിട്ട് ആദ്യം പറഞ്ഞത് കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ലോസ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ഒബ്ജക്റ്റ് നോട്ട് കൺഫൈൻഡ് ടു വൺ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിലല്ലാതെ പല സ്റ്റേറ്റുകളിലായിട്ട്, മൾട്ടി സ്റ്റേറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ആക്റ്റാണ് 84 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ അതിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിയമങ്ങൾ രൂപീകരിക്കാനാണ്. ഒന്നിലധികം സ്റ്റേറ്റുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ നിയമങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, സെർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഒന്നിലധികം സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് മെമ്പേഴ്സിനുള്ള അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 പോയിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ദ ടേം മിനിറ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താണ് മിനിറ്റ്സ് എന്നുള്ള ഏരിയ തന്നെ ഏകദേശം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിനിറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. മിനിറ്റ്സ് ഇൻ എ മീറ്റിംഗ് ആർ റിട്ടൺ റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. മിനിറ്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ സെക്രട്ടറി ആഫ്റ്റർ ദ മീറ്റിംഗ് ഇസ് ഓവർ. എ സെപ്പറേറ്റ് ബുക്ക് ഇസ് കെപ്റ്റ് ബൈ ദ സൊസൈറ്റീസ് for recording the minutes. Each page of such book must be signed and the last pages of the record of each meeting must be dated and signed. അതായത് ഒരു സൊസൈറ്റി, മിനിറ്റ്സ് മീൻസ് അതൊരു കോമൺ നെയിമാണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാത്രം ബന്ധമുള്ള ഒരു പേരല്ല. മിനിറ്റ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും മീറ്റിങ്ങുകൾ നടക്കുന്ന നേരത്ത് അതിൻ്റെ തീരുമാനങ്ങൾ എഴുതി വെക്കുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുക. അപ്പോൾ അതിനായിട്ടൊരു രജിസ്റ്റർ ബുക്കൊക്കെ ഉണ്ടാവും, മിനിറ്റ്സ് ബുക്ക് എന്ന് പറയും. കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സെക്രട്ടറിയാണത് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക, മിനിറ്റ്സ് എന്താണെന്നുള്ളത്. ഇനി അടുത്തത് വാട്ട് ഈസ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നുള്ളതാണ്. എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ്? ഇവിടെ കൊടുത്തിരിക്കുന്നു. നാലാമത്തത്, സെക്ഷൻ 29 ഓഫ് ദി KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കണ്ടെയ്ൻ ദ പ്രൊവിഷൻ ഫോർ ആനുവൽ ബോഡി മീറ്റിംഗ്.
of cooperative societies, a general body meeting of a society shall be held once in a year for discussion and approval of important issues affecting the society. അതായത് സെക്ഷൻ 29 സൊസൈറ്റീസ് ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അത് വർഷത്തിലൊരിക്കൽ നടത്തേണ്ടത്. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ആവുന്ന നേരത്തെ അത് വർഷത്തിലൊരിക്കൽ നടത്തേണ്ട മീറ്റിംഗ് ആയിട്ടാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ഈസ് മീൻ ബൈ സെൻട്രൽ സൊസൈറ്റി? എന്താണ് ഒരു സെൻട്രൽ സൊസൈറ്റി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി ഓഫ് ദ KCS ആക്ട് എന്നും കൂടി എഴുതാം നിങ്ങൾക്ക്. സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റ്. ഒന്നിലധികം റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ജൂറിസ്ഡിക്ഷനിൽ അല്ലെങ്കിൽ അധികാരപരിധിയുള്ള സൊസൈറ്റികളെയാണ് സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞത്. ബട്ട് നോട്ട് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. പക്ഷേ ഒരു സ്റ്റേറ്റ് മൊത്തം അവർക്ക് അധികാരം ഉണ്ടാവില്ല. ആൻഡ് ഹാവിങ് ആസ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ്. അപ്പോൾ ഇതാണ് സെൻട്രൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തത് വാട്ട് യു മീൻ ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? വളരെ സിമ്പിളാണ്. എന്താണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ആറാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി or society means a cooperative society registered or deemed to be registered under the act. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്, അല്ല ഉത്തരമാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട്. ഒരു സൊസൈറ്റി ആക്ടിന് അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ. അതിന് സെക്ഷൻ വരുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് ആണ്. ഇനി ഏഴാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ഈസ് എ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? എന്താണ് ഒരു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നുള്ളതാണ്. ദ ഗവൺമെൻറ് മേ by notification in Gazette frame a scheme to be called deposit guarantee scheme, specifying the purpose of the scheme, and shall be administered in such manner as may be specified therein. A society may contribute to deposit guarantee scheme at such rates as may be provided in said scheme. ഗവൺമെൻറ് ആണ് ഈ ഒരു നമ്മുടെ എന്താ പറയുന്നത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവരുന്നത് ഒരു ഗസറ്റിലൂടെ. ദ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇൻ സച്ച് എ മാനർ ദാറ്റ് സ്പെസിഫൈഡ് ദർ ഇൻ സൊസൈറ്റി മേ കോൺട്രിബ്യൂട്ട് ടു ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഒരു സൊസൈറ്റിക്ക് ആ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ റേറ്റിനനുസരിച്ചിട്ട്. അടുത്ത ചോദ്യം വാട്ട് ഈസ് മെൻ ബൈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്? എന്താണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ? ഉത്തരം നോക്കാം. ഇറ്റ് മീൻസ് എ സെൻട്രൽ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ one revenue district and having its primary members having as its members primary agricultural credit societies and urban cooperative banks, and the principal object of which is to raise funds to be lent to its members including nominal or associate members. അപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സെൻട്രൽ സൊസൈറ്റിയാണ്. ഒന്നിലധികം റവന്യൂ ജില്ലകളിൽ ഒരു ജൂറിസ്ഡിക്ഷനുള്ള ഒരു സെൻട്രൽ സൊസൈറ്റി. ആൻഡ് ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റി മെമ്പേഴ്സ് ആയിരിക്കും, അതേപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇസ് ടു റേസ് ഫണ്ട് ടു ബി ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഫണ്ട് റേസ് ചെയ്തിട്ട് ഈ മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്, കടമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. ഇനി അടുത്ത ചോദ്യം വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫിനാൻസിങ് ബാങ്ക്? എന്താണ് ഫിനാൻസിങ് ബാങ്ക് എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഫിനാൻസിങ് ബാങ്ക് ആവുന്ന നേരത്ത് അതിൻ്റെ മെമ്പേഴ്സ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ അത് മെമ്പേഴ്സിന് അത് പ്രദാനം ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കുക എന്നുള്ളതുമാണ്. അടുത്ത ചോദ്യം വാട്ട് ഈസ് എ ഗഹൻ? എന്താണ് ഗഹൻ എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് എ സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ചാർജാണ് ഇതിന് മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോണോ അല്ലെങ്കിൽ കടമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് അത് കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്നൊരു അധികാരമാണ്. അതൊരു മൂവബിൾ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കോ കിട്ടുന്നൊരു അധികാരമാണ്. അതിൻ്റെ പവർ ഓഫ് അറ്റോർണി ഒക്കെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പേരാണ് ഈ ചാർജ് എന്ന് വെച്ചാൽ. ഇൻ ഫേവർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, അപ്പോൾ ഈ കോപ്പറേറ്റീവ് ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ അവർക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനോ അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിക്കോ കിട്ടുന്ന അവർ കടം കൊടുക്കുകയാണെങ്കിൽ ആ കടം വാങ്ങിയ ആളെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, അത് മൂവബിൾ ആവാം ഇമ്മൂവബിൾ ആവാം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു അധികാരമാണ് ഈ ചാർജ് എന്ന് വെച്ചാൽ. ഓക്കെ,
ബൈ എ മിയർ ഡിക്ലറേഷൻ ഇൻ റൈറ്റിംഗ് ബൈ ദ ബോറോവർ. ബോറോവർ അതായത് കടം വാങ്ങിയ ആൾ കൊടുക്കുന്ന ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ചാർജാണ്, അല്ലെങ്കിൽ അധികാരമാണ് ഈ ഗഹൻ എന്ന് വെച്ചാൽ. ഫോർ സെക്യൂറിങ് എ ലോൺ, ഒരു ലോൺ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗഹൻ കിട്ടുന്നത്. വിച്ച് വിൽ ഹാവ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് മോർഗേജ്. ഒരു മോർഗേജിന് എല്ലാ സ്വഭാവമാണ് ഈ ഗഹനുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഹൂ ഇസ് എ നോമിനൽ മെമ്പർ എന്നുള്ളതാണ്. ആരാണ് ഒരു നോമിനൽ മെമ്പർ? ഉത്തരം നോക്കാം. ദ ജനറൽ ബോഡി ഇസ് ദ സുപ്രീം ആൻഡ് ഒരു ചെറിയ തിരുത്തുണ്ട്. നോമിനൽ മെമ്പർക്ക് മുൻപായിട്ട് എന്താണ് ജനറൽ ബോഡി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് ജനറൽ ബോഡി? അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് നോമിനൽ മെമ്പറിലേക്ക് വരാം. ദ ജനറൽ ബോഡി ഈസ് ദ സുപ്രീം ആൻഡ് ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റിയാണ് ഈ ജനറൽ ബോഡി എന്ന് വെച്ചാൽ. ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി അതർ ദാൻ അസോസിയേറ്റ് ഓർ നോമിനൽ മെമ്പേഴ്സ് ആർ ടു അറ്റൻഡ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. എല്ലാ മെമ്പേഴ്സും, അതിപ്പോൾ അസോസിയേറ്റ് അല്ലെങ്കിൽ നോമിനൽ മെമ്പേഴ്സ് അല്ലാത്ത എല്ലാ മെമ്പേഴ്സും ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ഹൂ ഈസ് എ നോമിനൽ മെമ്പർ? ആരാണ് ഒരു നോമിനൽ മെമ്പർ എന്നുള്ളത്? എ മെമ്പർ ഹൂ പൊസസ് ഓൺലി സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്. ഒരു മെമ്പർക്ക് നാമമാത്രമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അധികാരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ബൈലോസ് നിന്ന് കിട്ടുകയാണെങ്കിൽ അത്തരം മെമ്പേഴ്സിൻ്റെ പേരാണ് നോമിനൽ മെമ്പേഴ്സ്. ഇനി വാട്ട് ഈസ് എ PCARDB? എന്താണ് PCARDB? അതൊരു ആക്രോണിമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ളതാണ് PCARDBയുടെ അർത്ഥം വരുന്നത്. മീൻസ് എ സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻ ടു എ താലൂക്ക്. അതായത് ഇത്തരം സൊസൈറ്റികളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിലായിരിക്കും. ആൻഡ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ്. ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ള കടം കൊടുക്കുക എന്നുള്ളതാണ്, വായ്പകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചറിനും അതേപോലെ റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? ഇവിടെ പറയുന്നത് ദ ആക്ട് ഡയറക്ട്സ്, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ ആൻ ആപ്പെക്സ് സൊസൈറ്റി. ഒരു ആപ്പെക്സ് സൊസൈറ്റി ആയിരിക്കണം അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആക്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ആരെ ഫണ്ട് ഉപയോഗിച്ചാന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. വാട്ട് ഈസ് റിവിഷൻ? എന്താണ് റിവിഷൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. It is the process of revising or modifying an award or order issued by lower authority such as registrar or arbitration court. ഒരു ലോവർ അതോറിറ്റി ഉണ്ടാക്കിയ ഒരു നിയമം അത് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ എന്നുള്ള പേരാണ് റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആരാ ചെയ്യാന്ന് വെച്ചാൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ എയിൽ വരുന്നത്. 15 ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു 30 മാർക്കാണ് ടോട്ടൽ വരുന്നത്. സീലിംഗ് 25 മാർക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്ത സെക്ഷൻ ബി ആണ്. ബിയിലേക്ക് കടക്കാം നമുക്ക്. ബിയിൽ വരുന്നത് അത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുറം ഫുള്ളായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. 5 മാർക്ക് വരുന്നുണ്ട്. സീലിംഗ് 35 മാർക്കാണ്. ആദ്യ ചോദ്യം വരുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നുള്ളതാണ്. എന്താണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം നമുക്ക്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, അതിൽ ഫസ്റ്റ് പോയിന്റ് ക്രിയേഷനാണ്. ക്രിയേഷൻ എന്താണെന്ന് വെച്ചാൽ that the cooperative society is a lawful organization created by minimum number of persons belonging to same class. അപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യക്തികൾ എന്താണ്, നിർദ്ദേശിച്ചിരിക്കുന്ന എണ്ണത്തിലുള്ള വ്യക്തികൾ ചേർന്ന് ഉണ്ടാക്കേണ്ട ലോഫുൾ ഓർഗനൈസേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ക്രിയേഷനിൽ പറയുന്നത്. ഇനി ലീഗൽ സ്റ്റാറ്റസ് ആണ് ദാറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആസ് എ ലീഗൽ പേഴ്സണാലിറ്റി. ഇപ്പോൾ കമ്പനിയൊക്കെ പോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ സൊസൈറ്റിക്ക് റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ സ്വത്തവകാശം സൊസൈറ്റിക്ക് ഉണ്ട്. ബോറോ ആൻഡ് ലെൻഡ് മണി, പൈസ കടം കൊടുക്കാനും കടം വാങ്ങാനുമുള്ള അധികാരം സൊസൈറ്റിക്ക് ഉണ്ട്. ബൈ ആൻഡ് സെൽ ഗുഡ്സ്, സാധനങ്ങൾ ചരക്കുകൾ വാങ്ങാനും വിൽക്കാനുള്ള അധികാരമുണ്ട്. സൂ ആൻഡ് ക്യാൻ ബി സൂഡ്, അതായത് കേസ് കൊടുക്കാനും അതായത് സ്വീകരിക്കാനുള്ള ആരാലെങ്കിലും കേസ് കൊടുക്കപ്പെടാനുള്ള അധികാരം അല്ലെങ്കിൽ കൊടുക്കപ്പെടാനുള്ള ഒരു സ്റ്റാറ്റസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് ലോ പ്രൊവൈഡ്സ് ദ ബ്രോഡ് പാറ്റേൺ ഫോർ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് കൺട്രോൾ ആൻഡ് അസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ലോ പറഞ്ഞൊരു ബ്രോഡ് പാറ്റേൺ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ വർക്കിംഗ് കൺട്രോളിനും അസിസ്റ്റൻസിനും. ദ ലോ പ്രൊവൈഡ്സ് ആസ് ടു ഹൗ ദ സ്റ്റേറ്റ് ക്യാൻ എഫക്റ്റ് കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ്. അതായത് രാജ്യത്തിന് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്
അതല്ലെങ്കിൽ സർക്കാരിന് കൃത്യമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ വർക്കിങ്ങിൽ ഇടപെടാനുള്ള അധികാരമുണ്ടെന്നാണ് അതിൻ്റെ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിൽ പറയുന്നത്. പിന്നെ പറയുന്ന പോയിൻ്റാണ് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ആണ്. ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ദ ലോ പ്രൊവൈഡ്സ് ആസ് ടു ഹൗ ടു കണ്ടക്ട് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് എസ്പെഷ്യലി വെൻ ദീസ് ആർ റിസീവിങ് വേരിയസ് ഫ്രം സ്റ്റേറ്റ് എയ്ഡ്. അപ്പോൾ ഒരുപാട് സർക്കാർ തലത്തിലുള്ള ഫണ്ടുകൾ സൊസൈറ്റിക്ക് കിട്ടുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും ചെയ്യണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് മെയിൻറ്റെയിനിങ് ദ ട്രൂ ക്യാരക്ടർ. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നത് അതാണ്. ദ ലോ പ്രൊവൈഡ്സ് ആസ് ടു ഹൗ ban the entry of speculators and capitalists in availing themselves of the privileges which are not intended for them. അതായത് മുതലാളി വർഗത്തിനൊന്നും കൃത്യമായിട്ട് സൊസൈറ്റിയിൽ ഒരു അംഗത്വം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സൊസൈറ്റീൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചേർന്ന് എല്ലാവരിലേക്കും എല്ലാ മെമ്പേഴ്സിലേക്കും ഈക്വലായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് എത്താന്നുള്ളതാണ്. അപ്പോൾ ഒരു മുതലാളിത്തത്തിലേക്കോ ഒരു കുത്തക രീതിയിലേക്കൊന്നും പോവാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904ൻ്റെ ലിമിറ്റേഷൻസ് ആണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിലിവിടെ പറയുന്നത് limitations of the Cooperative Credit Societies Act 1904. In the beginning of Cooperative Credit Societies Act 1904 had made much progress in the formation of credit societies, but it suffered from the following drawbacks. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് 1904 ഉണ്ടാക്കിയ ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഒരുപാട് ക്രെഡിറ്റ് സൊസൈറ്റികൾ ഉണ്ടാക്കാൻ സഹായിച്ചെങ്കിലും അതിന് ചില പോരായ്മകൾ ഉണ്ടെന്നാണ്. അതിലൊരു 3 പോയിന്റ് പറയുന്നുണ്ട്. ആദ്യത്തെ പോയിൻ്റാണ് ഇറ്റ് ഡിഡ് നോട്ട് ഗിവ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു സൊസൈറ്റീസ് ഫോംഡ് ഫോർ പർപ്പസ് അതർ ദാൻ ക്രെഡിറ്റ്. അപ്പോൾ ഈ ഒരു നിയമം ക്രെഡിറ്റ് അല്ലാതെ, അതായത് കടം കൊടുക്കാനല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ, നിയമപരമായിട്ടുള്ളൊരു സംരക്ഷണം ഈ ഒരു നിയമം കൊടുക്കുന്നില്ല മറ്റ് സൊസൈറ്റികൾക്ക്. അടുത്ത പോയിൻ്റ്, ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ ഏജൻസി സച്ച് ആസ് സെൻട്രൽ ബാങ്ക് ഓർ യൂണിയൻ ഫോർ ദ ഫിനാൻസിങ് ഓഫ് പ്രൈമറി സൊസൈറ്റി. അതായത് ഒരു സെൻട്രൽ ഏജൻസി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ടും ഈ ഒരു നിയമത്തിൽ പറയുന്നില്ല. ഇനി അടുത്ത പോയിൻ്റാണ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻ ടു റൂറൽ ആൻഡ് അർബൻ വാസ് ആർബിട്രറി ആൻഡ് വാസ് ഫൗണ്ട് അൺസ്യൂട്ടബിൾ. അപ്പം നമുക്കറിയാം ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് റൂറൽ ആൻഡ് അർബൻ എന്നുള്ള സ്വഭാവമുണ്ട്. അത് കൃത്യമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൂറൽ ബാങ്കുകളൊക്കെ ചിലപ്പോൾ അർബൻ ഏരിയാസിലും അർബൻ ബാങ്കുകൾ റൂറൽ ഏരിയാസിലൊക്കെ പ്രവർത്തിക്കാറുണ്ട്. പിന്നെ ഈ റൂറൽ ഏരിയാസൊക്കെ മാറി അർബൻ ഏരിയാസ് ആവുന്ന നേരത്ത് ഈ ബാങ്കുകളിലേക്കൊരു അസ്തിത്വത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിയേഷൻ, ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറഞ്ഞത്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ലിമിറ്റേഷൻസ്. ഇനി അടുത്ത പോയിൻ്റാണ് എക്സ്പ്ലെയിൻ ചേഞ്ച് ഓഫ് ലയബിലിറ്റി ഓഫ് എ സൊസൈറ്റി. ചേഞ്ച് ഓഫ് ലയബിലിറ്റി ഓഫ് എ സൊസൈറ്റിയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. 18ാമത്തെ ചോദ്യമാണ്, ചേഞ്ച് ഓഫ് ലയബിലിറ്റി കംസ് അണ്ടർ സെക്ഷൻ 11 ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. Subject to the provision of this act and the rules, a society may by an amendment of its bylaws change the form and or extent of its liability. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഒന്ന്, ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമത്തിൽ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ലയബിലിറ്റിയുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് മാറ്റാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, വെൻ എ സൊസൈറ്റി ഹാസ് പാസ്ഡ് എ റെസൊല്യൂഷൻ ടു ചേഞ്ച് ദ ഫോം or extent of its liability, it shall give thereof in writing to all its members. അപ്പോൾ ലയബിലിറ്റിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻറ്റോ മാറ്റുകയാണെങ്കിൽ അത് മെമ്പേഴ്സിന് കൃത്യമായിട്ട് എഴുതി അറിയിക്കണം. അതേപോലെ ക്രെഡിറ്റേഴ്സിനെ അറിയിക്കണം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 24 or any bylaws or contract of to the contrary, any member or credit shall during a period of 2 months from the date of service of notice upon him. അപ്പോൾ മെമ്പേഴ്സിന് 2 മാസത്തിനുള്ളിലായിട്ട് അറിയിക്കണം. ഹാവ് എൻ ഓപ്ഷൻ വിഡ്രോയിങ് ഇസ് ഷെയർസ്. അപ്പോൾ മെമ്പേഴ്സിന് വേണമെങ്കിൽ ആ നേരത്തെ അവരുടെ ഷെയർ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണ്. ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യാനുള്ള അവകാശം കൊടുക്കാം നമുക്ക് ഈ ഒരു സ്വഭാവം മാറ്റുന്നതുകൊണ്ട്. അതേപോലെ ലോൺ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ തീർക്കാനുള്ളൊരു സമയമോ സന്ദർഭമോ മെമ്പേഴ്സിന് കൊടുക്കാം. ഇനി അടുത്ത പോയിൻ്റാണ്, എനി മെമ്പർ ഓർ ക്രെഡിറ്റർ ഹു ഡസ് നോട്ട് എക്സസൈസ് ഹിസ് ഓപ്ഷൻ വിത്തിൻ ദ പീരീഡ് സ്പെസിഫൈഡ് ഇൻ ദ സബ്സെക്ഷൻ ഷാൽ ബി ഡീം ടു ഹാവ് ഗിവൺ ഹിസ് അസെൻറ്റ് ടു ദ ചേഞ്ച്. അപ്പോൾ ഏതെങ്കിലും മെമ്പറിന് നോട്ടീസ് അയച്ചിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള
റെസ്പോൺസ് ഇല്ലെങ്കിൽ, ഒരു തരത്തിലുള്ള പ്രതികരണമില്ലെങ്കിൽ അയാൾ അതിന് സമ്മതിച്ചു എന്നാണ് കരുതേണ്ടത്. അത് എത്ര കാലത്തിനുള്ളിൽ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈഡ് ടൈം പറയും. അതിനുള്ളിൽ അയാളൊരു ഒബ്ജക്ഷനോ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ അതിന് സമ്മതിച്ചു എന്നുള്ളതാണ്. പിന്നെ അയാൾക്ക് വന്നിട്ട് എന്താണ്, ഈ ഒരു കാരണം പറഞ്ഞ് അയാളുടെ ഷെയർ പിൻവലിക്കാനോ ഡെപ്പോസിറ്റ് പിൻവലിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ലോണ് ഈ ഒരു കാരണം കൊണ്ട് അടച്ചു തീർക്കാനോ സാധിക്കില്ല. അടുത്ത പോയിൻ്റാണ് an amendment of the bylaws of a society changing the form or extent of its liability shall not be registered or take effect until either. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റ് എന്താണ്, ബൈലോയിൽ കൊണ്ടുവരണം, അതേമാതിരി അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ മാറ്റങ്ങൾ, ലയബിലിറ്റിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് എന്താണ്, അതിന് നമുക്ക് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ the assent to all members and creditors has been given or deemed to have been given. അതിലാരും സമ്മതം മൂടിയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർ സമ്മതപ്പെട്ടു അല്ലെങ്കിൽ അവർ സമ്മതം നൽകി എന്നുള്ളതാണ് അനുമാനിക്കുക. All claims of members and creditors who exercise the option referred to in subsection within the period specified therein have been met in full. അപ്പോൾ ആരെങ്കിലും ക്ലെയിം പറയുന്നുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു മെമ്പറിനെ എക്സ്പൾ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒരു മെമ്പറെ പുറത്താക്കുന്നതായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ മീൻസ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു ഹാസ് ആക്റ്റഡ് അഡ്വൈസ്ലി to the interest of the society may be expelled upon resolution of the general body. ഒരു സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതിൻ്റെ ഒരു മെമ്പർ സഞ്ചരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിലോ ആ രീതിയിൽ ആ അംഗത്തെ ഒരു സ്പെഷ്യൽ ബോഡി മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ, ഒരു തീരുമാനം കൊണ്ട് പുറത്താക്കാവുന്നതാണ്. ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിലാണെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. No member shall be expelled under subsection 1 without being given an opportunity of making his representation. അപ്പോൾ കൃത്യമായിട്ടും അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ ആരെയും പുറത്താക്കരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മെമ്പർ. അപ്പോൾ ഈ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് ഒരാളെ പുറത്താക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ പുറത്താക്കുമെന്ന് തീരുമാനിച്ച ആ ഒരു തീരുമാനത്തെ കൃത്യമായിട്ടത് ഒരു നോട്ടീസാക്കിയിട്ട് അയാൾക്ക് കൈപ്പറ്റേണ്ടതാണ്, അയാൾക്ക് കൊടുക്കേണ്ടതാണ്, അതിൻ്റെ ഒരു കോപ്പി കൊടുക്കേണ്ടതാണ്. ഓക്കെ, വിത്തിൻ എ പീരീഡ് ഓഫ് 15 days 15 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടതാണ്. ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ റെസൊല്യൂഷൻ, ആ റെസൊല്യൂഷൻ ഉണ്ടാക്കി 15 ദിവസത്തിനുള്ളിൽ അത് കൊടുക്കേണ്ടതാണ് ആ പുറത്താക്കപ്പെട്ട മെമ്പറിന്. അടുത്ത ചോദ്യമാണ്, റൈറ്റ് എ നോട്ട് ഓൺ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് റൂൾ 8. വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ ചീഫ് പ്രൊമോട്ടർ ദെയർ ഓഫ് ഷാൽ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടർ എന്ത് ചെയ്യണം, ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ഓൾ പേഴ്സൺസ് ഹു ഹാഡ് സൈൻ ദ ആപ്ലിക്കേഷൻ, അപ്പം ആ രജിസ്ട്രേഷനെല്ലാം സൈൻ ചെയ്ത എല്ലാവരും അതിൽ പങ്കെടുക്കണം. വേർ ദ ചീഫ് പ്രൊമോട്ടർ ഫെയിൽസ് ടു കൺവീൻ ദ മീറ്റിംഗ് ആസ് എഫോർസൈഡ് ഇറ്റ് ഷാൽ ബി കൺവീൻഡ് ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ബിഹാഫ് ഓഫ് ബൈ ദ രജിസ്ട്രാർ. ഇനിയിപ്പോൾ ചീഫ് പ്രൊമോട്ടർക്ക് ഇത് കൺവീൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ രജിസ്ട്രാർ നിയമിക്കുന്ന ആൾ ഈ ഒരു ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്ന ആൾ അത് നടത്തണം. അറ്റ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ദ ഫോളോയിങ് ബിസിനസ് ഷാൽ ബി ട്രാൻസാക്റ്റഡ്. ആദ്യത്തെ ഓക്കെ, അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ദ ഫോളോയിങ് ബിസിനസ് ഷാൽ ബി ട്രാൻസാക്റ്റഡ്. അപ്പോൾ താഴെ പറഞ്ഞ ബിസിനസ്സുകൾ ഒരു മീറ്റിങ്ങിൽ നടന്നിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന് എലക്ഷൻ ഓഫ് പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്തിരിക്കണം. പിന്നെ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സാണ്, ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ അലോട്ട് ചെയ്യലും പിന്നെ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യലും നടന്നിരിക്കണം. റിസീവിങ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ടു ബൈ ചീഫ് പ്രൊമോട്ടർ എല്ലാ അക്കൗണ്ടുകളും എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ടും എൻ്റർ ചെയ്തിരിക്കണം. പിന്നെ ബഡ്ജറ്റ് പാസ് ചെയ്തിരിക്കണം, ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ബഡ്ജറ്റ് പാസ് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ്, എനി അതർ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ
അതും. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ വരേണ്ട കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു മീൻ ബൈ കോറം ഓഫ് ദ മീറ്റിംഗ്? ആൻസർ നോക്കാം. കോറം ഓഫ് ദ മീറ്റിംഗ്സ്: ദ കോറം ഓഫ് എ മീറ്റിംഗ് ഓഫ് എ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ടു വിച്ച് Section 31 subsection 1 applies shall be such number of persons just above 50% of total number of members of committee consisting of elected members in terms of section 28(1) and nominated members in terms of section 31 subsection 1. അപ്പോൾ കോറം എന്നുള്ള വേർഡ് ഒരു കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ്, പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കോറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിന് മിനിമം അറ്റൻഡ് ചെയ്യേണ്ട മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മെമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് 50% ആണ് ഒരു കമ്മിറ്റിയിൽ വേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഡിസൈഡിങ് ഈച്ച് റെസൊല്യൂഷൻ ദർ ഷുഡ് ബി എ കോറം ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ ഓരോ റെസൊല്യൂഷൻ ഒരു മീറ്റിങ്ങിൽ എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു തീരുമാനം ഒരു മീറ്റിങ്ങിൽ യോഗം കൂടി ചേരുന്ന നേരത്ത് നമ്മൾ എടുക്കുന്ന നേരത്ത് അവിടെ ഒരു കോറം വേണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ദാറ്റ് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് കോറം ആൻഡ് thereafter that meeting can pass any resolution. അപ്പോൾ പറഞ്ഞത് ഒരു കോറം വേണമെന്നുള്ളതും അതിനുശേഷം എന്താണ് ഒരു റെസൊല്യൂഷൻ അവിടെ എടുക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ദാറ്റ് കോറം ഈസ് ഇനഫ് അറ്റ് ദ ടൈം ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് തുടക്കത്തിൽ കോറത്തിൻ്റെ കുറിച്ച് പറയുന്നില്ല. ഒരു മീറ്റിംഗ് അവസാനിക്കുന്ന നേരത്ത് ഡിസിഷൻസ് എടുക്കുന്നതിന് മുൻപായിട്ടെങ്കിലും കോറം ആവശ്യമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു minimum number of members വേണമെന്നുള്ളതാണ്. Quorum for meeting requirements: the word quorum denotes the number of members of any body of persons whose presence at a meeting is requisite in order that business may be validly transacted and that its act may be legal. According to the bylaws of the society, where more than one half of the member of the managing committee are present in the meeting of the committee, that meetings can take decision on any matter. Since the committee consists of 13 members, minimum number of members whose presence is necessary to constitute the quorum is 7. അതായത് 13 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കോറത്തിൽ 7 പേരെങ്കിലും വേണമെന്നുള്ളതാണ് പറയുന്നത്. ഇനി 7 മെമ്പേഴ്സ് ആണെങ്കിൽ താഴെ പറയുന്നത് കോറം ഓഫ് കമ്മിറ്റി: ദ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 7 members. ആബ്സെൻസ് ഓഫ് 3 members either by resignation or otherwise would not reduce the quorum. 7 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റി ആണെങ്കിൽ മിനിമം 4 മെമ്പേഴ്സെങ്കിലും കോറത്തിൽ വേണമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ? ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ: റൂൾ നമ്പർ 64 subsection A. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മീൻസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഡിഫൈൻഡ് ഇൻ ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, ഒരു CA കാരനായിരിക്കണം. ICAയിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ളൊരു CA കാരനായിരിക്കണം, CA പാസ്സായ ഒരാളായിരിക്കണം. who have fair knowledge of the functioning of corporation and shall have an experience of at least 2 years in auditing, and chartered accountants shall have working knowledge in Malayalam language. അപ്പോൾ കേരളത്തിലുള്ള ഈ പറയുന്ന കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ മലയാള ലാംഗ്വേജ് കൃത്യമായിട്ട് അറിയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ആയിരിക്കണം. ഇദ്ദേഹം CA പാസ്സായിരിക്കണം. 2 കൊല്ലത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഓഡിറ്റിംഗ് ഫേം മീൻസ് എ ഫേം മോർ ദാൻ 1 chartered accountant within the meaning of Chartered Accountants Act 1949. who or which shall have fair knowledge of the functioning of the corporation and shall have an experience of at least 2 years in auditing, of which the auditing firm would like to be launched in the panel, and chartered accountants shall have working knowledge in Malayalam language. ഇനി ഒരു ഫോമിൽ വർക്ക് ചെയ്തൊരു ഓഡിറ്റർ ആവാം. പിന്നെ an officer who have retired from service of the Department of Corporation as auditor. അതായത് ഒരു ഓഡിറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷനിൽ ഒരു ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരാൾ റിട്ടയർ ആവുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഓഡിറ്റർ ആവാൻ സാധിക്കും ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൻ്റെ. നെക്സ്റ്റ്, ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റീസ് ഷാൽ അപ്പോയിൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് among from the panel prepared by him and apply to the director of cooperative audit to render services of the auditor or auditors exclusively. അതായത് ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്ററെ നിയമിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓബ്ലിഗേറ്ററി ഫോർ എൻ ഓഡിറ്റർ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്. അതായത് ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓഡിറ്റർ 30 ദിവസത്തിനുള്ളിൽ അതിന് റിപ്പോർട്ട് വെച്ചിരിക്കണം എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ഓഫ് എൻ ഓഡിറ്റർ.
23-ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റെസ്ട്രിക്ഷൻസ് ഓൺ ഹോൾഡിംഗ് ഷെയർസ് ഇൻ അതർ കോപ്പറേറ്റീവ്സ്. മറ്റ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഷെയർ വെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ബീൻ 23 സെക്ഷൻ 19 പറയുന്നത്, റെസ്ട്രിക്ഷൻസ് ഓൺ ഹോൾഡിംഗ് ഷെയർസ് ഇൻ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നോ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ഹോൾഡ് ഷെയർസ് ഇൻ എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് to such extent and subject to such conditions as Reserve Bank may specify on in that behalf, provided that nothing contained in this section shall apply to shares acquired through funds provided by state government for that purpose. In case of Central Cooperative Bank, the holding shares in the State Cooperative Bank to which it is affiliated. In the case of Primary Cooperative Bank, the holding of shares in the Central Cooperative Bank of the state in which it is registered. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, മറ്റ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ഷെയർ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഹോൾഡ് ചെയ്യാൻ അനുവാദമില്ല, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം. അത് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടും അതേപോലെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്, പിന്നെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ള കേസുമാണ് 23-ാമത്തെ ചോദ്യത്തിൽ ആൻസറായിട്ട് പറയുന്നത്. 23-ാമത്തെ ചോദ്യത്തോട് കൂടിയിട്ട് സെക്ഷൻ ബി അവസാനിക്കുകയാണ്. സെക്ഷൻ ബിയിൽ ഒരു ചോദ്യത്തിന് 5 മാർക്കാണ്, സീലിംഗ് 35 മാർക്കാണ്. നോക്കിക്കഴിഞ്ഞാൽ 8 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 5ഉം 8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 40 മാർക്കാണ് ലഭിക്കുന്നത്. സീലിംഗ് ആണ് 35 മാർക്ക്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സീലിങ്ങിൻ്റെ പ്രയോജനം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ചില ചോദ്യങ്ങളൊക്കെ പകുതി മാത്രമേ അറിയുള്ളൂ എങ്കിൽ അത് എഴുതി വെക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും 8 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 35 മാർക്കും സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ 25ഉം 35ഉം ടോട്ടൽ ഇപ്പോൾ 60 മാർക്കുള്ള ചോദ്യങ്ങളാണ് ഈ സെക്ഷൻ ബി വരെ കഴിയുന്നത്. ഇനി 20 മാർക്കും കൂടിയാണ് നമുക്ക് നമ്മുടെ 80 മാർക്കിൻ്റെ ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ അത് സെക്ഷൻ സി ആണ്. അത് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ തന്നെ ഓപ്ഷൻസ് ആണ്. ഇവിടെ സീലിംഗ് വരുന്നില്ല. 4 ചോദ്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും 2 ചോദ്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം, ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കുഡ് നോട്ട് അച്ചീവ് മച്ച് സക്സസ് ബിഫോർ ഇൻഡിപെൻഡൻസ്, വാട്ട് ആർ ദ റീസൺസ്. നമുക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വേണ്ടത്ര രീതിയിൽ ഇവിടെ വേര് പിടിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കോസ് ഓഫ് സ്ലോ ഗ്രോത്ത് ബിഫോർ ഇൻഡിപെൻഡൻസ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ലാക്ക് ഓഫ് നോളേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. കൃത്യമായ അറിവില്ലായ്മയാണ്. രണ്ടാമത്തെ ലാക്ക് ഓഫ് കെയർഫുൾ സെലക്ഷൻ ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള അപാകതകളാണ്. ലാക്ക് ഓഫ് എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻ, മേൽനോട്ടങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പറയുകയാണെങ്കിൽ പരിശോധനകളോ ഇല്ലാത്തൊരവസ്ഥയാണ്. ലാക്ക് ഓഫ് കോൺജീനിയൽ അറ്റ്മോസ്ഫിയർ. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല, മറ്റൊരു വിദേശ ശക്തിയാണ് നമ്മുടെ രാജ്യം ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ലാക്ക് ഓഫ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, നിങ്ങൾക്ക് ഇന്നവിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ എഴുതാം. പിന്നെ ലാക്ക് ഓഫ് സ്പോണ്ടേനിറ്റി, പെട്ടെന്നുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നമുക്കൊരു ഫോർമൽ എഡ്യൂക്കേഷൻ, പിന്നീടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ അവരുടേതായ എഡ്യൂക്കേഷൻ വന്നത്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ വേരിയസ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പല കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കോർഡിനേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഹയർ ഓവർ ഡ്യൂസ്, ഒരുപാട് ഓവർ ഡ്യൂ വന്നു. ഓവർ എംഫസിസ് ഓൺ ഹോണററി സർവീസ്. ലേസസ് ഫെയർ പോളിസി. അപ്പോൾ ഹോണററി സർവീസ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഒരു മെറിറ്റില്ലാതെ എടുക്കുന്ന ഒരവസ്ഥകളൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെ ലേസസ് ഫെയർ പോളിസി ഓഫ് ദ സ്റ്റേറ്റ്. ലേസസ് ഫെയർ മീൻസ് എല്ലാവർക്കും ഒരു സ്റ്റേറ്റ് ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന ഒന്നും ലഭിച്ചില്ല. മൂവ്മെൻറ്റ് ഡിഡ് നോട്ട് ടേക്ക് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് എ ഹോൾ. അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് സൊസൈറ്റി, ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ് വിത്തിൻ ദ മൂവ്മെൻറ്റ്. അപ്പോൾ ഫാക്ടേഴ്സിനുള്ളിൽ തന്നെയുള്ള പല ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതൊക്കെയാണ് പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. തന്നെ നിങ്ങൾക്ക് വിവരിച്ച് എഴുതാവുന്നതാണ്. ഓരോ പോയിന്റും അതിൻ്റെ കാരണങ്ങളൊക്കെ ആയിട്ട് വിവരിച്ച് എഴുതാവുന്നതാണ്. കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് 25-ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കാം, ദ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. ആൻ അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മേഡ് ടു ദ രജിസ്ട്രാർ in such form as may be prescribed, and the applicant shall furnish to him such information about the society as he may require. അപ്പോൾ രജിസ്ട്രാർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. എവറി സച്ച് ആപ്ലിക്കേഷൻ ഷാൽ കൺഫോം ടു ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ്, നെയിംലി താഴെ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ വേണം. അതിൽ ഫസ്റ്റ് വൺ, the application shall be accompanied by 3 copies of the proposed bylaws of the society.
ഒരു സൊസൈറ്റീൻ്റെ ബൈലോസ് നിയമാവലികൾ അതിന് 3 കോപ്പീസ് അതിൽ വെച്ചിരിക്കണം ആപ്ലിക്കേഷനിൽ. അപ്പോൾ 3 കോപ്പി ബൈലോസ് വേണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് വേർ ഓൾ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽ ദ മെമ്പർ ഓഫ് ദ നമ്പർ ഓഫ് ദ ആപ്ലിക്കൻസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 25. അപ്പോൾ 25 താഴെ ആവാൻ പാടില്ല. അതായത് വ്യക്തികൾ ചേർന്നിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുകയാണെങ്കിൽ 25ഓളം വ്യക്തികളെങ്കിലും വേണം. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺസ് ബീങ് എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലി. അപ്പോൾ 25 പേരും പല ഫാമിലീസിൽ നിന്നായിരിക്കണം, ഒരേ കുടുംബത്തിൽ നിന്നുള്ള ഒരുപാട് പേര് പാടില്ല. അടുത്ത പോയിന്റ് ദ ആപ്ലിക്കൻ ഷാൽ ബി സൈൻഡ് ബൈ ദി ആപ്ലിക്കേഷൻ ഷാൽ ബി സൈൻഡ് ബൈ എവരി വൺ ഓഫ് ദ ആപ്ലിക്കൻസ് ഹു ഈസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ബൈ എ പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ഓർ എനി സൊസൈറ്റി ഓർ അതർ ബോഡി ഓഫ് പേഴ്സൺസ് വിച്ച് ഈസ് എൻ ആപ്ലിക്കൻറ്റ്. അതായത് വ്യക്തികളാണ് ഇതിൽ മെമ്പേഴ്സ് എങ്കിൽ ഓരോരുത്തരും സൈൻ ചെയ്തിരിക്കണം. ഇനിയിപ്പം മറ്റ് സൊസൈറ്റികളോ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ഒക്കെ ഇതിൽ മെമ്പേഴ്സ് ആവാം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അങ്ങനെയാണെങ്കിൽ അവർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തി അതിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടത് ഇത് രജിസ്ട്രാറിൻ്റെ അടുത്താണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് കാര്യം 3 കോപ്പി ബൈലോ ആണ്. പിന്നെ വരുന്നത് 25 പേരെങ്കിലും വേണം വ്യക്തികളാണെങ്കിൽ. പിന്നെ ഓരോരുത്തരും സൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ പ്രതിനിധി ഇതിൽ സൈൻ ചെയ്തിരിക്കണം. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, അപ്പോൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ ദാറ്റ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ്. രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ദാറ്റ് ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ്, that the object of the proposed society are in accordance with section 4, that the area of operation of the proposed society and the area of operation of another society of similar type do not overlap. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആവുക. ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രാറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആവുന്ന കണ്ടീഷൻസ് ആണ്. ഒന്ന് എന്താണ്, കൃത്യമായിട്ടുള്ള റൂൾസ് പാലിക്കുന്ന സൊസൈറ്റിയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അതേമാതിരി ഇതിൻ്റെ ഒബ്ജക്റ്റ് ലക്ഷ്യങ്ങൾ സെക്ഷൻ 4 പറയുന്നതിന് വിപരീതമായിട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മറ്റൊരു സൊസൈറ്റി ആയിട്ട് ക്ലാഷ് ഒന്നും വരുന്നില്ല. പിന്നെ ബൈലോ എന്താണ് ആക്ട് പ്രകാരം തന്നെയാണുള്ളത്. പിന്നെ പ്രപ്പോസ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട് ബിസിനസ്, അതായത് എന്താണ് മാന്യമായിട്ടുള്ള മോറലായിട്ടുള്ളൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രാർ എന്ത് ചെയ്യും, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യും, അതിൻ്റെ ബൈലോസും രജിസ്റ്റർ ചെയ്യും. വിത്തിൻ എ പീരീഡ് ഓഫ് 90 days, 3 മാസത്തിനുള്ളിലായിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. ഫ്രം ദ ഡേറ്റ് ഓഫ് ദ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. Where the registrar refuses to register a society, he shall communicate the order of refusal together with the reasons therefore within 7 days. അപ്പോൾ രജിസ്ട്രാർ ഇത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഇദ്ദേഹം സാറ്റിസ്ഫൈ ആവണമെങ്കിൽ ഇദ്ദേഹം ഇതൊക്കെ നോക്കും. ഇതൊക്കെ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, 90 ദിവസത്തിനുള്ളിൽ ഇത് രജിസ്ട്രേഷൻ കൊടുക്കും. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ, രജിസ്ട്രാറിന് ഏതെങ്കിലും പ്രൊവിഷൻ തെറ്റിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇമ്മോറൽ ബിസിനസ് ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാൻ റിജക്ട് ദ രജിസ്ട്രേഷൻ, ഈ ക്യാൻ റെഫ്യൂസ് ഫോർ ദ രജിസ്ട്രേഷൻ. അത് കാരണം കാണിച്ചുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ നോട്ടീസ് ഇദ്ദേഹം അയക്കണം രജിസ്ട്രാർ. ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 90 days. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പൂർണ്ണമായി ഡിസ്പോസ് ചെയ്യുന്നത് 90 ദിവസത്തിനുള്ളിലാണ്. ആദ്യം കാരണം കാണിക്കുക, പിന്നെ 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി ഡിസ്പോസ് ചെയ്യുക. Where an application for the registration of a society is not disposed of within time specified in subsection 3, the applicant may make a representation before the registrar if the application of registration made to a person on whom the power of registrar is conferred under subsection 2. ഇവിടെ പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഒരു തീരുമാനങ്ങൾ അറിയിക്കുന്നില്ല, ആക്സെപ്റ്റും ചെയ്തിട്ടില്ല, ഇത് റെഫ്യൂസും ചെയ്തിട്ടില്ല. ഇപ്പോൾ റെഫ്യൂസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇത് അറിയിക്കാൻ സാധിക്കാതെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കൻ നേരിട്ട് രജിസ്ട്രാറിനെ കാണണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വരിക, ബിഫോർ ദ ഗവൺമെൻറ്. ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ബിഫോർ രജിസ്ട്രാർ ആൻഡ് ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് ആസ് ദ കേസ് മേ ബി ഷാൽ വിത്തിൻ 60 days. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ്റിനെയോ രജിസ്ട്രാറെയോ കാണുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയുന്നത്. ഒന്നുകൂടി പറയുന്നുണ്ട്, വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ദ രജിസ്ട്രാർ ഷാൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇതിന് ഇഷ്യൂ ചെയ്യണം അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്മിറ്റി. ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി. അപ്പോൾ ഇത് സെക്ഷൻ 28 ആണ്, ഒന്ന് ആദ്യം ശ്രദ്ധിക്കാതെ. അപ്പോൾ ജനറൽ ബോഡി ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 5 years. അപ്പോൾ
കൊല്ലം വരെ കൊണ്ടുപോകുന്നൊരു കമ്മിറ്റി ആയിരിക്കണം. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആൻഡ് എൻട്രസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് the society to such committee, provided that in the case of a society registered after the commencement of this act, the persons who have signed the application to register the society may appoint a committee to conduct the affairs of the society for a period of 3 months from the date of registration or for such further period as the registrar may consider necessary, but the committee appointed under this provision shall cease to function as soon as the committee has been constituted in accordance with the bylaws. ബൈലോ പ്രകാരം എന്താണ് ഉണ്ടായിരിക്കണം കമ്മിറ്റി, അത് പെട്ടെന്ന് തന്നെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി, ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് 15. അപ്പോൾ ബൈലോസ് പറയുന്നില്ലെങ്കിൽ 15 കൂടുതൽ ആൾക്കാർ കമ്മിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോസ് of any federal cooperative society, the number of individuals in the society and the committee thereof shall not exceed 25 of the total number of members of the society or in the committee. അപ്പോൾ ബൈലോസ് പറയുന്നില്ലെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റിയിലുള്ള ആൾക്കാർ നേരത്തെ വന്ന് നമ്പർ 15 ആണ്, പക്ഷേ 25% കൂടാനും പാടില്ല. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോസ് ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓഫ് എൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, one seat in the committee of each society shall be reserved for members having a deposit of 10,000 rupees and above. ബൈലോസ് പറയുന്നില്ലെങ്കിൽ ഒരു സീറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒക്കെ കേസാണെങ്കിൽ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾക്ക് മിനിമം ഒരു സീറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് or for being a member of committee if he is a member of committee of another society. അതായത് ഒരു ആളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സൊസൈറ്റിയിൽ കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ അയാളെ ഈ ഒരു സൊസൈറ്റിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പിന്നെ ഇഫ് ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് 2 or more societies ഓഫ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രൊവൈഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സബ്സെക്ഷൻ ഷാൽ ബി ഡീംഡ് ടു ഡിസ്ക്വാളിഫൈ എ പേഴ്സൺ. മറ്റ് തരത്തിലുള്ള സൊസൈറ്റികളാണെങ്കിൽ ഇദ്ദേഹത്തിന് മെമ്പർ ആവാമെന്നാണ് പറഞ്ഞത്, കമ്മിറ്റി മെമ്പർ. പിന്നെ പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ്, അത് കഴിഞ്ഞു, നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ക്ലോസ് എ സബ്സെക്ഷൻ ഷാൽ ബി ഡീംഡ് ടു ഡിസ്ക്വാളിഫൈ എ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഫോർ ബീങ് എ മെമ്പർ ഓഫ് കമ്മിറ്റി ഓഫ് എൻ ആപ്പെക്സ് സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റീൻ്റെ മെമ്പർ ആണെങ്കിൽ ഇദ്ദേഹത്തിന് ഡിസ്ക്വാളിഫൈ ആവും. ദ മെമ്പർ ഓഫ് എ കമ്മിറ്റി മേ ബി പെയ്ഡ് ഹോണറേറിയം അറ്റ് സച്ച് റേറ്റ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഈ കമ്മിറ്റി മെമ്പറിന് ഹോണറേറിയം മറ്റേതെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആണ്. ദ കോറം ഓഫ് എ മീറ്റിംഗ് ഓഫ് എ കമ്മിറ്റി ഷാൽ ബി ഇൻ സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ജസ്റ്റ് അബവ് 50%. അപ്പം 50% മുകളിലേക്ക് വരികയാണെങ്കിൽ പിന്നെ മറ്റാൾക്കാരൊന്നും കമ്മിറ്റിയിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവസാനിക്കുന്ന കാലത്താണ് ലിക്വിഡേറ്റേഴ്സ് വരിക. അത് അടച്ചുപൂട്ടുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അടച്ചുപൂട്ടുന്ന ആ ഒരു പ്രക്രിയ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലിക്വിഡേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവർ ചെയ്യേണ്ട, ഇവിടെ പറഞ്ഞത് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയറാണ്. ഇനി ആ പ്രൊസീജിയർ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റേഴ്സ് റൂൾസ് 69. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ലിക്വിഡേറ്റർ ഷാൽ ബി നോട്ടിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ ഒഫീഷ്യൽ ഗസറ്റ്. അപ്പോൾ ലിക്വിഡേറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ എന്താണ് നോട്ടിഫൈ ചെയ്ത് വരണം. ദ ലിക്വിഡേറ്റർ ഷാൽ പബ്ലിഷ് ബൈ സച്ച് മീൻസ് ആസ് ഹി മേ തിങ്ക് പ്രോപ്പർ എ നോട്ടീസ് റിക്വയറിംഗ് ഓൾ ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി, ദ വൈൻഡിങ് അപ്പ് ഓഫ് വിച്ച് ഈസ് ഓർഡേർഡ്. എല്ലാ കാര്യങ്ങളും ലിക്വിഡേറ്റർ നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നതാണ് ഈ ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുക എന്നുള്ള കാര്യം. Liquidator shall settle the assets and liabilities of the society as it stood on the date of which the order for winding up was made. അതായത് ലിക്വിഡേറ്റർ ഈ അസറ്റും ലയബിലിറ്റി ഒരു സൊസൈറ്റിക്കുള്ള സമ്പാദ്യങ്ങളും അതിൻ്റെ അത് കൊടുക്കാനുള്ള കാശുകളും അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യതകളും അതെല്ലാം സെറ്റിൽ ചെയ്യണം. സമ്പാദ്യങ്ങളൊക്കെ കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് ഈ പറയുന്ന ബാധ്യതകൾ കൊടുത്തു തീർക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് സെറ്റിൽ ചെയ്യുക. ഏത് ഷെയർ ഹോൾഡേഴ്സുമായിട്ട്, ഈ കോപ്പറേറ്റീവിൻ്റെ മെമ്പേഴ്സുമായിട്ട്. Next one, the liquidator shall submit to the registrar a quarterly report in such form as the registrar may specify, stating the progress made in the winding up of the society.
അതായത് ഒരു ക്വാർട്ടർലി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ലിക്വിഡേറ്റർ മേ വിത്ത് പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ empower any person by general or special order to make collection and grant valid receipts on this behalf. അതായത് ഇപ്പോൾ അവസാന കാല സമയത്ത്, അതായത് വൈൻഡിംഗ് അപ്പിന് നേരത്തെ കളക്ഷൻ ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഓൾ ഫണ്ട്സ് ഇൻ ചാർജ് ഓഫ് ദ ലിക്വിഡേറ്റർ ഷാൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഓർ ഇൻ എ ഫിനാൻസിങ് ബാങ്ക് ഓർ ഇൻ എനി അതർ ബാങ്ക് ആസ് മേ ബി അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ. അപ്പോൾ ഇതിന് കിട്ടുന്ന ലിക്വിഡേറ്ററിൻ്റെ എല്ലാ ഫണ്ടും, ഇവിടെ ഈ വൈൻഡിംഗ് അപ്പിന് നേരത്തെ വരുന്ന ഫണ്ടുകളൊക്കെ ലിക്വിഡേറ്റർ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഒരു ബാങ്കിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ദ രജിസ്ട്രാർ ഷാൽ പേ ഫോർ ദ റെമ്യൂണറേഷൻ ഇഫ് എനി ടു ദ ലിക്വിഡേറ്റർ ഓർ ദ ചാർജസ് ടു ബി പെയ്ഡ് ടു ദ ഗവൺമെൻറ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ. അപ്പോൾ ലിക്വിഡേറ്റർക്കുള്ള പൈസ രജിസ്ട്രാർക്ക് കൊടുക്കാവുന്നതാണ്. ലിക്വിഡേറ്റർ ഷാൽ ഹാവ് പവർ ടു കോൾ മീറ്റിംഗ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി അണ്ടർ വൈൻഡിങ് അപ്പ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ സമയാസമയങ്ങളിൽ വൈൻഡിങ് അപ്പിന് നേരത്തെ മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് ലിക്വിഡേറ്റേഴ്സിന് വിളിക്കാനുള്ള അധികാരമുണ്ട്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് എ ജനറൽ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഷാൽ ബി കോൾഡ്. അപ്പോൾ കൺക്ലൂഷന് നേരത്തെ ജനറൽ മീറ്റിംഗ് കൂടണം. ഇഫ് എനി ലയബിലിറ്റി റിമെയിൻസ് അൺഡിസ്ചാർജ്ഡ് ബൈ ദ ലിക്വിഡേറ്റർ ഫോർ എനി റീസൺ ദ അമൗണ്ട്സ് അൺഡിസ്ചാർജ് മേ ബി ഡെപ്പോസിറ്റഡ് ഇൻ എ ഫിനാൻസിങ് ബാങ്ക്. അപ്പോൾ ഏതെങ്കിലും പൈസ ഇനിയിപ്പോൾ കൊടുത്ത് തീർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കൊടുക്കാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ, അപ്പോൾ അത് അൺക്ലെയിംഡ് ആണെങ്കിൽ, അത് ആരും അതിന് അവകാശം ഉന്നയിച്ച് വരുന്നില്ലെങ്കിൽ ലിക്വിഡേറ്റർ അത് ഒരു ഫിനാൻസിങ് ബാങ്കിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ലിക്വിഡേറ്ററിൻ്റെ പ്രൊസീജിയറായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഇതിൽ വരുന്നത്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പരാജയത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു പത്രവാർത്ത വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് ഇൻവോൾവ് ആയത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ടെക്സ്റ്റ് ഫുള്ള് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈ ഹാർട്ട് പഠിക്കുന്നതിലും നല്ലത് നിങ്ങളതിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് പറഞ്ഞ നേരത്തെ അത് നിങ്ങളായിട്ട് തന്നെ രജിസ്ട്രാർക്ക് കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി നിങ്ങൾ തന്നെ ഒന്ന് അതിൻ്റെ പേപ്പേഴ്സ് ഇത് വേണം അത് നമ്മൾ വായിക്കണ നേരത്ത് ഒരു സങ്കല്പിച്ചുകൊണ്ട് കുറച്ച് പേപ്പേഴ്സ് സെറ്റ് ചെയ്യുക, രജിസ്ട്രാറിനടുത്ത് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെയൊക്കെ വരുന്ന നേരത്തെ പെട്ടെന്ന് നമുക്ക് എന്താണ് അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ.